CPI നേതാവ് ആനി രാജ ഡൽഹിയിലെ കത്തീഡ്രലിലേക്ക് എത്തിയിരുന്നു. കുടുംബത്തോടൊപ്പമാണ് ആനി രാജ പള്ളിയിലെത്തിയത്. അതുകൂടി കാണാം. ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ് രാജ്യ തലസ്ഥാനവും. ഇപ്പോൾ നമുക്കൊപ്പം CPI നേതാവ് ആനി രാജ ചേരുന്നുണ്ട്. ആനി ചേച്ചി, രാത്രി പിള്ളേരൊക്കെ ആയിട്ടൊക്കെ ഇറങ്ങിയതല്ലേ? കുടുംബമാണ് ആരൊക്കെ അതൊക്കെ? എൻ്റെ സഹോദരൻ്റെ മോനും അവരുടെ കുടുംബവുമാണുള്ളത്. അപ്പോൾ മക്കളെയും കൊണ്ട് ഇവിടെ ഈ ചർച്ചിൽ നിന്ന് വന്നതാണ്. ഇവിടെ ഈ 24 വൈകുന്നേരം ഒരുപാട് ആളുകൾ ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ്. മഴയായിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം മക്കളും കാണണം, അറിയണം എന്നുള്ളത് കൊണ്ടാണ് അവരുടെ കൂടെ ഞാനും ഇവിടെ എത്തിയത്. ഈ ഗോൾഡക്കാനെ പറ്റി പറയുകയാണെങ്കിൽ മലയാളികൾക്ക് ഒരുപാട് വരുന്നൊരു പള്ളി കൂടെയാണ്. എങ്ങനെയുണ്ട്? കണ്ടിട്ട് നല്ല രസമുണ്ടല്ലേ? ഭംഗിയായി തന്നെ അവർ ഇത്തവണത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമായി ഈ പാർക്ക് മുഴുവനും ഒരു ക്രിബായി ഒരു പുൽക്കൂടാക്കി മാറ്റിയിരിക്കുകയാണ്. കൊച്ചു പുൽക്കൂടാണ്, പക്ഷേ എങ്കിൽ പോലും പൂർണ്ണമായും ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നേ ആളുകൾക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉണ്ണിയേശുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടൊരു പുൽക്കൂട് അവിടെ തയ്യാറായിട്ടുണ്ട്. മോളുടെ പേരെന്താ? ഏഞ്ചല. എങ്ങനെയുണ്ട്? കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇതൊക്കെ എപ്പോഴും വരാറുണ്ട്? അല്ല, ഞായറാഴ്ച കുർബാനയ്ക്ക് വരാറുണ്ട്. നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. നാളത്തെ ദിവസം എങ്ങനെയായിരിക്കും ആഘോഷമൊക്കെ? നാളത്തെ ദിവസം തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരും. സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോകും. ഒരു അവധി ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ച്. പിന്നെ എന്തായാലും സ്വാഭാവികമായും ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് കേക്കാണ്. അപ്പോൾ അതൊക്കെ ഇതൊരു എല്ലാവരും ഒരുമിക്കാനുള്ള ഒരു ദിവസം കൂടിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? റെഡിയാക്കിയിട്ടുണ്ടോ? കേക്കൊക്കെ ഉണ്ട്. പിന്നെയോ അടിപൊളിയായിട്ട് കേക്ക് ഇത് നമ്മൾ വർഷത്തിൽ എല്ലാ ദിവസവും കേക്ക് ഉണ്ടാക്കില്ല. ഇങ്ങനെയുള്ള ചിലപ്പം ഓണസദ്യ, അത് ഓണത്തിന് മാത്രം ഉണ്ടാക്കുന്ന ഒന്നാണ്. വിഷുവിനുള്ള സദ്യ, അതൊക്കെ വിഷുവിൻ്റെ അന്ന് മാത്രം ഉണ്ടാക്കുക. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ അന്നൊരു കേക്ക് ഉണ്ടാക്കി തന്നെ ഇഷ്ടപ്പെടാറുണ്ടോ? അടിപൊളിയാണോ? അടിപൊളിയാണ്. അപ്പോൾ ചേച്ചി, അവസാനമായിട്ട് നമ്മുടെ മാതൃഭൂമി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ക്രിസ്മസ് ആശംസകൾ. തീർച്ചയായിട്ടും മാതൃഭൂമി പ്രേക്ഷകർക്കും ആ പ്രേക്ഷകരിലൂടെ മുഴുവൻ മലയാളികൾക്കും അവർ ലോകത്തിൻ്റെ എവിടെയായിരുന്നാലും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ആഘോഷത്തിന് നിറവിലാണ്. കുടുംബമായിട്ടെല്ലാം തന്നെ പള്ളിയിലേക്ക് ഇറങ്ങിയാണ്. അവരുടെ ആഘോഷം തുടരുന്നു. ഒപ്പം രാജ്യം ആകെ ആ ഒരു തിരുപ്പിറവിയുടെ ആഘോഷ നിറവിൽ തന്നെയാണ് ഇപ്പോൾ എന്ന് പറയാൻ സാധിക്കും. വൈശാഖ് ജയപാലിനോടൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.